ഹായ് സർ. ഹലോ ആരൻ. സർ, ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ചെയ്യണം. നമ്മുടെ ചികിത്സയുടെ ഭാഗമാണ് എക്സസൈസ്. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് ഒരു ആൻജൈന വന്നു, ചെസ്റ്റ് പെയിൻ വന്നു, അറ്റാക്ക് വന്നിട്ടില്ല, ഹാർട്ട് പമ്പിങ് നോർമൽ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ വ്യായാമം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ മിക്കപ്പോഴും അവരെ ബിഫോർ ഡിസ്ചാർജ് ഒരു 10 മിനിറ്റൊക്കെ നടത്തിയിട്ടേ വിടത്തുള്ളൂ. അവർക്ക് ഇൻ 2 weeks ടൈം അവർക്ക് നടന്നൊരു 30-40 മിനിറ്റ്സ് നടന്ന് പതിയെ കൂട്ടി എത്താൻ സാധിക്കും. ഒരു മാസം ആകുമ്പോഴത്തേക്കും അവർക്ക് ചെറിയ വെയിറ്റ് ട്രെയിനിങ്, ലൈറ്റ് വെയ്റ്റ്സ് ഒക്കെ ജിമ്മിൽ ചെയ്യാൻ പറ്റും. ഇതിന് കപ്പിൾ ഓഫ് മന്ത്സ്, 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഫുൾ സ്കെയിൽ ആക്ടിവിറ്റിയിലേക്ക് അവർക്ക് മാറാൻ പറ്റണം. പക്ഷേ അവർക്ക് അറ്റാക്ക് വന്ന ശേഷമാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഹാർട്ട് പമ്പിങ് കുറവായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റെജിമെൻ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഹാർട്ട് പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യുന്ന മുറയ്ക്കാണ് കൂടുതൽ വ്യായാമം ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും പമ്പിങ് മോശമാണെങ്കിൽ നമ്മൾ അവരെ ഒരു 3-4 മിനിറ്റ്സ് നടത്തിയിട്ട് ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. ഒരു മാസം കൊണ്ട് നമ്മൾ അവരെ നടക്കുന്ന അളവ് ക്രമേണ കൂട്ടി ഒരു 20-30 മിനിറ്റ്സ് ആക്കാൻ പറ്റും. നമ്മുടെ ബോഡി ആ ലോ പമ്പിങ്ങിനോട് അഡാപ്റ്റ് ചെയ്യാൻ ഒരു 2-3 മാസം എടുക്കും. ആ 2-3 മാസം കൊണ്ട് നമുക്ക് ക്രമേണ നടക്കുന്ന അളവ് കൂട്ടാം. ഗ്രാജുവലി ചെറിയ ആക്ടിവിറ്റീസിലേക്ക് അവർക്ക് പോകാൻ പറ്റും. പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യുവാണെങ്കിൽ 5-6 മാസം കൊണ്ട് അവർക്ക് വെയിറ്റ് ട്രെയിനിങ് എല്ലാം പഴയ പോലെ ചെയ്യാൻ പറ്റും. ഇനി ഹാർട്ട് പമ്പിങ് വളരെ മോശമാണെങ്കിൽ അവർ അധികം വ്യായാമം ചെയ്ത് നല്ലതായിരിക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ റെസ്റ്റ് എടുക്കണം. എങ്കിലും 8-10 അല്ലെങ്കിൽ ഒരു മിനിറ്റൊക്കെ ഒരു 1-2 ആഴ്ച കൊണ്ട് നടക്കാം. ക്രമേണ നടക്കുന്ന കൂട്ടി ഒരു 20 മിനിറ്റ്സിലേക്ക് എത്തിക്കാം. വ്യായാമം ചികിത്സയുടെ ഭാഗമാണ്. അത് നമുക്ക് ബ്ലൈൻഡ്ലി ഒരു എത്ര മിനിറ്റ് നടക്കാം എന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ കണ്ടീഷൻ അനുസരിച്ചും ഹാർട്ട് പമ്പിങ്ങിൻ്റെ അവസ്ഥ അനുസരിച്ചും മാത്രമേ വ്യായാമത്തിൻ്റെ കാര്യം നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു സർ. താങ്ക് യു.